മിസ് കുക്കിംഗ് ഡെലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാളയൊന്നും വാട്ടാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കേക്കൊക്കെ വൃത്തിയാക്കി നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്കുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. മുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്. സോറി, മാറി പറഞ്ഞതാണ് സവാള എന്ന്. തക്കാളി ആദ്യം കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു ഇഞ്ചിയുടെ കഷ്ണം നീളത്തിലരിഞ്ഞത്, നമുക്ക് 2 പച്ചമുളക് കീറിയത്, ഇനി ഒരു 2 കറിവേപ്പില, നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇതിற்கு ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, നമ്മളെല്ലാം കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നമുക്കൊരു പട്ടട കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് അത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. നമുക്ക് നല്ല തിളക്ക് വരട്ടെ, എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ എല്ലാം തിളച്ച് വന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ടും നല്ല ടേസ്റ്റാണ്. നമുക്ക് സവാളയൊന്നും വാട്ടണ്ട. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് നല്ല കുറക്കണ്ട, മീഡിയം സൈസ് മീഡിയത്തിൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കന് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും. വേവാനായിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ ചിക്കൻ കറിയൊക്കെ വേവായി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി. സവാളയൊന്നും വാട്ടാതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൽക്കും ദോശയിൽക്കും ചപ്പാത്തി എല്ലാവർക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.